നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒരു അറിയിപ്പാണ്. ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തി തിരഞ്ഞെടുപ്പ് ആയിരിക്കുകയാണ് കേട്ടോ. മേൽശാന്തിയുടെ കാലാവധി 6 മാസക്കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസക്കാലത്തേക്കുള്ള മേൽശാന്തി തിരഞ്ഞെടുപ്പ് വരുന്നത് ഈ മാസം 18-ാം തീയതിയാണ്. കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ നറുക്കെടുപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. ഈ ശുഗപുരം, പെരുവനം ഗ്രാമങ്ങളിലുള്ള ഭട്ടവൃത്തി ചെയ്യുന്ന, അതായത് യാഗങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുക. 56 അപേക്ഷകളാണ് ഇപ്രാവശ്യം വന്നത്. അത് 7 പേരെ പുറന്തള്ളിയിട്ട് ബാക്കി 49 പേർക്കാണ് കേട്ടോ കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും നടത്തുന്നത്. അപ്പോൾ 18-ാം തീയതി രാവിലെ ദേവസ്വം ഓഫീസിൽ വെച്ചിട്ടാണ് തന്ത്രിയാണ് അഭിമുഖമൊക്കെ നടത്തുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ എഴുതിയിട്ട് അതിൽ നിന്നാണ് നറുക്കെടുപ്പ്. അപ്പോൾ പേരുകളൊക്കെ എഴുതിയിട്ട് ഒരു വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കും. അതിൽ പകുതിയൊക്കെ അരി നിറച്ചിട്ടുള്ള വെള്ളിക്കുടത്തിലാണ് നിക്ഷേപിക്കുക കേട്ടോ. എന്നിട്ട് നറുക്കെടുക്കുന്നത് ഇപ്പോഴത്തെ നിലവിലുള്ള മേൽശാന്തിയാണ്. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് നട തുറന്നതിന് ശേഷമാണ് കേട്ടോ. ക്ഷേത്രം ഊരാളൻ്റെയും തന്ത്രിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തി മൂർത്തിയേടത്ത് സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുക്കുക. എന്നിട്ട് ആ ഒരു പേര് ഉറക്കെ വിളിച്ച് പറയും, അതായത് മേൽശാന്തിയെ തിരഞ്ഞെടുത്തതായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയാണ് മേൽശാന്തി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ പുതിയ മേൽശാന്തിക്ക് അടുത്ത 12 ദിവസം ക്ഷേത്രത്തിൽ ഭജന ഇരിക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് 31-ാം തീയതി രാത്രിയാണ് ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തിയിൽ നിന്ന് പുതിയ മേൽശാന്തിയായിട്ട് ചുമതലയേൽക്കുക കേട്ടോ. പിന്നെ പുറപ്പെടാശാന്തിയായിട്ടാണ് ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചിട്ട് ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുക. പുലപാലായ്മ ഉള്ള സമയത്തല്ലാതെ ക്ഷേത്രം അതിൽക്കകം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. അപ്പോൾ മേൽശാന്തി തിരഞ്ഞെടുപ്പ് വരുന്നത് ഈ മാസം 18-ാം തീയതിയാണ് കേട്ടോ.